ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നാച്ചുറൽസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഷീമച്ചക്കയുടെ സീസൺ വരുമ്പോഴത്തേക്ക് ഞാൻ പൊതുവേ എല്ലാ റെസിപ്പിയും എനിക്ക് നല്ല ഇഷ്ടമാണ്. എല്ലാ റെസിപ്പിയും തയ്യാറാക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇനി 1-2 റെസിപ്പിയൊക്കെ തയ്യാറാക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിലുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല വൈകുന്നേരം ചൂട് കട്ടനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഷീമച്ചക്ക കട്ട് ചെയ്യുന്ന രീതിയൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളൊരു മധുരക്കറി ഒന്ന് കണ്ടു നോക്കുക. ഷീമച്ചക്കയുടെ മധുരക്കറി അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഷീമച്ചക്ക ഇതുപോലെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഈ വീഡിയോ ഇതിലോട്ട് ഇടുന്നത്. അങ്ങനെ ഇത് എടുത്ത് ഇതിന് നടുക്കുള്ള പൂഞ്ചൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ മേദത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് നമ്മൾ മാക്സിമം വെള്ളത്തിലിട്ട് വയ്ക്കുക. 2-3 പ്രാവശ്യം തന്നെ നല്ലതുപോലെ ഒന്ന് കഴുകുക. അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുന്നത്. ഇതൊരു കറയുണ്ട്, അപ്പോൾ ആ കറ മാറാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം കേടുണ്ടായിരുന്നിട്ട് ഇതുപോലെ കുറച്ച് വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് തീരെ ചെറുതാക്കരുത്, മാക്സിമം ഒന്ന് വലുതാക്കി തന്നെ എടുക്കുക. അപ്പോൾ അതാ കണ്ടല്ലോ, അത് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നേരെ വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കണം. എന്നിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകണം, എന്നാലേ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് മാറുള്ളൂ. താണ്ടേ കണ്ടല്ലോ, ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഒരു അരമുറി, ഒരു തേങ്ങയുടെ പകുതി തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കുക. പാല് സെപ്പറേറ്റ്, തേങ്ങ സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ ചക്ക ഇതുപോലെ ഒരു പാനിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. കുറച്ച് വലുതാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതിലോട്ട് നമ്മുടെ ഈ തേങ്ങ അടിച്ച മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചൊന്ന് കലക്കിയിട്ട് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലാണ്, ഇത്രയും വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഓവറായിട്ടുള്ള വെള്ളമാണെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോകും. ഇപ്പോൾ വെന്ത് കുഴയാതെ കിട്ടണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർക്കുക. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ തേങ്ങയൊക്കെ ഇതിൽ കിടന്ന് നല്ല ഒരു ഇതാണ്. അപ്പോൾ കുറച്ച് എരിവൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഈ തേങ്ങാപ്പാലിലും തേങ്ങയിലും ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ചേർത്ത് തേങ്ങാപ്പാലാണ് കേട്ടോ, അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടല്ലോ. ഇനി അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് കൊടുത്തതാണ്ട് ഇതുപോലെ തിളയ്ക്കുന്ന സമയത്തിന് വീണ്ടും ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. നല്ല മുറ്റിയ ചക്കായത് കാരണം തന്നെ വേഗം വെന്ത് കിട്ടും. അങ്ങനെ ഞാൻ ഉപ്പുണ്ടാന്ന് നോക്കുകയാണ്. നിങ്ങൾ ഈ സമയം ഉപ്പുണ്ടാന്നൊക്കെ നോക്കണം, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണം. എന്നിട്ട് അടച്ചു വെച്ചു. വീണ്ടും ഞാൻ എടുത്തു. കുറച്ചുകൂടി ഒന്ന് വെന്തിട്ടുണ്ട്, വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം മാത്രമേ വറ്റാനുള്ളൂ. അപ്പോൾ ഞാൻ വെന്താന്ന് നോക്കിയപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടിട്ടുണ്ട്. ബാക്കിയും കൂടെ വറ്റുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ അതാ കണ്ടല്ലോ, മൊത്തം വറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെസിപ്പി. അടിപൊളി ടേസ്റ്റിയാണ്, നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി. ഇനി നമുക്ക് കടുകൊന്ന് താളിച്ചിട്ട് കൊടുക്കണം. വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ഒക്കെ കൂടി ചേർത്ത് വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, വറ്റൽമുളക് എല്ലാം കൂടെ താളിച്ച് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് കൂട്ടി ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നമ്മുടെ എണ്ണയുടെ മിക്സ് ആകുന്നതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ഇതേ കണ്ടല്ലേ. അപ്പോൾ ഇത് ഒന്നും നമുക്ക്, അതായത് പിന്നെ നമുക്ക് ചമ്മന്തി ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റും. നമ്മൾ തേങ്ങ ചേർത്ത് അതുപോലെ വറ്റൽമുളകൊക്കെ നല്ല മൊരിഞ്ഞ് കിടക്കില്ലേ, ഈ എണ്ണയൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ കഴിച്ചു നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ പുതുതായി കാണുന്നവർ എന്തായാലും ലൈക്ക് കൂടി ചെയ്യുക. ഇതേ കണ്ടല്ലോ, നമ്മുടെ റെസിപ്പി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു കട്ടൻ ചായയും ഇതും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. നമ്മളിപ്പോൾ എപ്പോഴും അതിലുള്ളത് മാത്രം കൊടുത്താൽ പറ്റില്ലല്ലോ. ഇതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ചെറുതിലേ നമ്മളിതുപോലത്തെ ഐറ്റംസൊക്കെ കൊടുത്താൽ മാത്രമേ ഒരു വലുതാ